നമസ്കാരം. നമ്മളിന്ന് അതുണ്ടല്ലോ 2025 ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ആ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇതിത്ര ശ്രദ്ധ നേടുന്നത്? നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് പൊതുവെ നല്ല ജനപങ്കാളിത്തം ഉണ്ടാവാറുണ്ടല്ലോ. അതെ അതെ. ആളുകൾക്ക് നല്ല പൗരബോധമുണ്ട്, പിന്നെ ജനാധിപത്യത്തിൽ താൽപ്പര്യമുണ്ട്. അതുകൊണ്ട് ഒരു ഉത്സവം പോലെയാണ് പലപ്പോഴും. ശരിയാണ്, ഒരു ഉത്സവ പ്രതീതി. പക്ഷേ ഇപ്പോ കിട്ടിയ വിവരങ്ങൾ നോക്കുമ്പോൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ അവർ പതിവിലും നേരത്തെ, അതായത് ഈ മാസം തന്നെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ്. അത് ശ്രദ്ധേയമാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ഭാഗത്തൊക്കെ ഈ ഒരുക്കം കാണുന്നുണ്ടെന്നും പറയുന്നു. എന്തായിരിക്കും ഈ പ്രത്യേക തെരഞ്ഞെടുപ്പിന് ഇത്ര നേരത്തെ ഒരുക്കം തുടങ്ങാൻ കാരണം? അതുതന്നെയാണ് ഇവിടത്തെ പ്രധാന ചോദ്യം. സാധാരണ കേരളത്തിലെ രാഷ്ട്രീയം എപ്പോഴും സജീവമാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കൂടും. പക്ഷേ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇത്തവണത്തെ ഒരുക്കം കുറച്ച് നേരത്തെയാണ് സാധാരണ കാണുന്നതിലും. അതെ. ഒരു പക്ഷേ രാഷ്ട്രീയ മത്സരം കൂടുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ചതുകൊണ്ടാവാം. ആകാം. പിന്നെ ലോകത്തുള്ള മലയാളികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. അത് രസകരമാണല്ലോ. അതെ. അപ്പോ ഈ ഒരു ജനകീയ ശ്രദ്ധ, ഒരു ഉത്സവാന്തരീക്ഷം എന്നൊക്കെ പറയാവുന്ന ഒന്ന്, അതും പാർട്ടികളെ നേരത്തെ പണി തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവും അല്ലേ? ശരിയാണ്. ഈ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ താൽപ്പര്യം അത് കണക്കിലെടുത്തിട്ട് അവർക്ക് വേണ്ടി ഒരു വെബ്സൈറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നും കാണുന്നു. അതിന്റെ വിലാസം കൊടുത്തിട്ടുണ്ട്. https://keralapanchayatelection2025.online. അതെ. വെറുതെ വിവരം കൊടുക്കുക എന്നതിനപ്പുറം എന്തായിരിക്കും ഈ വെബ്സൈറ്റ് കൊണ്ട് അവർ എന്താ പറയാ ലക്ഷ്യമിടുന്നത്? ഈ വിവരങ്ങൾ വെച്ച് എന്തു തോന്നുന്നു? ഇതൊരു നല്ല പോയിന്റാണ്. കാരണം ഈ വെബ്സൈറ്റ് അത് വെറും വാർത്ത കൊടുക്കലും മാത്രമല്ല. ഇതിൽ കോർപ്പറേഷൻ എന്നൊരു മെനു ഉണ്ട്. അതുവഴി തിരുവനന്തപുരം തിരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ലോകത്ത് എവിടെയിരുന്നും അറിയാൻ പറ്റും. അത് പ്രധാനമാണ്. ശരി. അതോടൊപ്പം ആളുകൾക്ക് സംസാരിക്കാനും അഭിപ്രായം പറയാനുമൊക്കെ ഒരു ബ്ലോഗുമുണ്ടതിൽ. ഓഹോ. അപ്പോ പറഞ്ഞു വരുന്നത്, വിവരം കൊടുക്കുക എന്നതിനൊപ്പം ഒരു ചർച്ചാവേദി ഒരുക്കുക, പിന്നെ പ്രവാസികളെയൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് കുറച്ചുകൂടി അടുപ്പിക്കുക, അങ്ങനെയൊരു ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു പങ്കാളിത്ത അനുഭവം നൽകുക എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ടാവാം. അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. വിവരം കിട്ടുക എന്നത് മാത്രമല്ല, ഈ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നതും അതാണ്. അവരത് ബുക്ക്മാർക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് ഒരുക്കമല്ല. നേരത്തെ തുടങ്ങുന്നു, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിക്കുന്നു. തീർച്ചയായും. ലോകമെമ്പാടുമുള്ളവരെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ കുറച്ച് വ്യത്യസ്തമാക്കുന്നുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. നമ്മളിപ്പോ സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഇത്ര നേരത്തെ ഒരുക്കം തുടങ്ങുന്നു, ലോകം മുഴുവൻ വിവരമെത്തിക്കാൻ ഇതുപോലൊരു ഓൺലൈൻ സംവിധാനം വരുന്നു. അപ്പോ പഴയ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രചാരണ രീതികളിലും പിന്നെ ആളുകൾ ഓരോ വിഷയങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിലും എന്ത് മാറ്റങ്ങളായിരിക്കും ഇത്തവണ നമുക്ക് കാണാൻ കഴിയുക? നിങ്ങൾ എന്താണ് കരുതുന്നത്? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.